ഹലോ എവരിവൺ, മിസ്റ്റർ എൽട്രോക്സിന്റെ പുതിയൊരു വീഡിയോർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആർഡിനോ UNO R3 ബോർഡ്. ഈ ഒരു ബോർഡ് ഒരു മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിനുള്ളത് ഒരു USB പോർട്ടാണ്. ഈ പോർട്ട് വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഇത് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഇതിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിപ്സെറ്റാണ്. അറ്റ്മെഗ എന്ന പേരുള്ള ഒരു ചിപ്സെറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് ക്വാഡ് സ്റ്റോറിന്റെ ആർഡിനോ UNO R3 ആണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള ആർഡിനോയിലുള്ള ഉപയോഗിക്കുന്ന അതേ സെയിം ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു USB പോർട്ടിന്റെ പവർ ലിമിറ്റ് ആണ് 5 വാട്ട്. അതിലും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പവർ ജാക്കിലൂടെ കൊടുക്കാവുന്നതാണ്. ഇതിൽ 20 വാട്ട് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനുള്ള പിൻസൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇനി ഇതിലുള്ള പിൻസ് നോക്കാം. ഇതിലുള്ളത് ഡിജിറ്റൽ പിൻസും പിന്നെ അനലോഗും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡിജിറ്റൽ നോക്കാം. ഡിജിറ്റലില് സാധാ ഡിജിറ്റലും ഒപ്പം തന്നെ പൾസ് വിത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പിൻസും കൂടി ഇതിലുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ 0 എന്ന് പറയുന്ന ഒരു പിന്നെ RX ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് മൊഡ്യൂൾ അഥവാ വൈഫൈ മൊഡ്യൂൾ ഉപയോഗിക്കുമ്പോൾ ഈ പിൻസിലാണ് കണക്ട് ചെയ്യുക. പിന്നെ 1 എന്ന് പറഞ്ഞിട്ടുള്ളത് TX ആണ്. ഇതും അതിന് ഉപയോഗിക്കുന്ന 2 പിൻസാണ്. പിന്നെ 2 എന്ന് പറഞ്ഞ പിന്നെ ഇത് ഡിജിറ്റൽ പിന്നാണ്. നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ഇതിനെ മാറ്റം വരുത്താനും ഏത് പിന്ന് വേണമെങ്കിൽ ഇടാനും സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിന്റെ പിൻസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പിന്നെ സാധാ പിന്നാണ്. ഇതിൽ PWM അങ്ങനെയുള്ള ഒരു സാധനവുമില്ല. പിന്നെ അടുത്തുള്ളത് 3 ആണ്. ഈ 3യുടെ സൈഡിലായിട്ട് ഒരു മൈനസ് പോലെ ഒരു ചിഹ്നം കാണാം. ഇങ്ങനത്തെ പിൻസാണ് PWM അഥവാ പൾസ് വിത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന പിൻസ്. ഈ പിൻസില് അനലോഗ് പിൻസിന്റെ ചെറിയൊരു സാമ്യം അതേപോലത്തെ ഒരു ഡാറ്റ ഇതിൽ നിന്ന് റീഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. പിന്നെയുള്ളത് 4th എന്ന് പറഞ്ഞ പിന്നാണ്. ഈ 4ാമത്തെ പിന്നെ 2ാമത്തെ പിന്നിന്റെ അതേ സാധനം തന്നെയാണ്. PWM ഒന്നുമല്ല. പിന്നെയുള്ളത് 5 എന്ന് പറഞ്ഞ പിന്നാണ്. ഇതും ഇതേപോലെ തന്നെ PWM പിന്ന് തന്നെയാണ്. പിന്നെ 6th പിന്നും ഇതേപോലെ PWM തന്നെയാണ്. പിന്നെ 7th സാധാ പിന്നും 8th അതേപോലെ തന്നെ സാധാ പിന്നാണ്. 9th 10th 11th PWM തന്നെ ആണ്. പിന്നെ 12th 13th സാധാ പിന്നുകൾ തന്നെ. പക്ഷെ ഈ 13th പിന്നിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു LED ഉണ്ട്. ഈ LED ഈ 13th പിന്നായി കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മളൊരു LED ബ്ലിങ്കിങ് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു 13th പിന്നായി ഇത് കണക്റ്റഡ് ആണ്. അടുത്തായിട്ടുള്ളത് ഒരു ഗ്രൗണ്ട് പിന്നാണ്. ഗ്രൗണ്ട് അഥവാ മൈനസ്, അതായത് നെഗറ്റീവ്. ഈ ഒരു പിന്നിന്റെ ഉപയോഗം അത് തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് നമ്മുടെ ബ്ലാക്ക് വയർ, അതായത് അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്, അതൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിലേക്കാണ്. പിന്നെ ഇവിടെ 2 LEDs ഉണ്ട്, RX-ഉം TX-ഉം. ഈ RX-ഉം TX-ഉം ഈ ഒരു 2 പിൻസും കണക്റ്റഡ് ആണോ അതോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ RX-ഉം TX-ഉം പിന്നിന്റെ LED-കൾ കത്തും. പിന്നെ ഇവിടെ ആയിട്ടുള്ളത് ഒരു ഓൺ LED ആണ്. ഈ ഒരു LED ഈ ഒരു ആർഡിനോ ബോർഡ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് കത്താൻ തുടങ്ങും. ഇത് കത്തണ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊരു വർക്ക് ചെയ്യുന്നുണ്ട്, ആർഡിനോ ബോർഡ് വർക്കിംഗ് ആണെന്നാണ് അർത്ഥം. പിന്നെ അടുത്തതായിട്ടുള്ളത് ഡിജിറ്റൽ പിൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായിട്ടുള്ളത് അനലോഗ് ഇന്നാണ്. ഇത് 6 പിൻസാണ് വരുന്നത്. AO, A1, A2, A3, A4, A5 എന്ന് പറയുന്ന പിൻസ് തന്നെയാണ് വരുന്നത്. ഈ PWM-ലുള്ള അതേപോലെക്കാട്ടും കൂടുതൽ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റുന്ന പിൻസാണ്. പിന്നെ ഇവിടെ കുറച്ച് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഈ യൂണിറ്റിലാണ് നമ്മൾ പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതില് ഒരു വിൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പോസിറ്റീവ് ആണ്. പിന്നെ ഇവിടെ 2 ഗ്രൗണ്ട് ഉണ്ട്, ഇത് നെഗറ്റീവ് ആണ്. 2 ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോർഡിൽ ടോട്ടലായിട്ട് 3 ഗ്രൗണ്ട് ആണുള്ളത്. ഒരെണ്ണം ഇവിടെ ഒരു ഗ്രൗണ്ട്, പിന്നെ ഇവിടെ ഒരു 2 ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ പോസിറ്റീവ് വോൾട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ 5 വാൾട്ട് അങ്ങനെ കിട്ടുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സെർവോ മോട്ടറാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതെങ്കിൽ അതിൽ വാൾട്ട് പോസിറ്റീവ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു 5 വാൾട്ട് പിന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 3.3 വാൾട്ട് എന്ന് പറഞ്ഞ പിന്നുണ്ട്. പിന്നെ കുറച്ച് പിന്നുകൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അത് വലിയ വലിയ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ പിന്നെ ഇടാവുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്കുള്ളത് ഈ ഒരു ബട്ടനാണ്. ഇതൊരു റീസെറ്റ് ബട്ടനാണ്. അതായത് ഈ ആർഡിനോയിലുള്ള ഒരു പ്രോഗ്രാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇത് ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രോഗ്രാമിങ് ചെയ്യാത്ത ഒരു വോയിഡ് ലൂപ്പ് അല്ലെങ്കിൽ വോയിഡ് സെറ്റപ്പ് അങ്ങനെ കാണിക്കില്ലേ, അത് ജസ്റ്റ് കമ്പൽ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോഴായാലും ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ICയിലുള്ള എല്ലാ മെമ്മറിയും ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊജക്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ആർഡിനോ എക്സ്പ്ലനേഷൻ്റെ വീഡിയോ. പിന്നെ നമ്മൾ അന്ന് അൺബോക്സ് ചെയ്ത കിറ്റിലുള്ള ഓരോ കോമ്പോണൻസും വെച്ച് ഓരോ പ്രൊജക്റ്റുകൾ വരുന്നതായിരിക്കും. അപ്പോൾ എവരിവൺ പ്ലീസ് വെയിറ്റ്. സോ Mr. Electrox signing out.